ബൈത്തുൽ മഖദിസ് അല്ലേ, മസ്ജിദുൽ അഖ്സ, അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിമീങ്ങളുടെ ഭരണത്തിന് കീഴിൽ വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ശ്രദ്ധിക്കണേ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങൾ ബൈത്തുൽ മഖദിസ് കീഴടക്കുന്നതും പിടിച്ചെടുക്കുന്നതും മുസ്ലിമീങ്ങളുടെ കീഴിൽ അതിന്റെ ഭരണം വരുന്നതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. പണ്ഡിതന്മാര് പറയാറുണ്ട്, ഉമറാണ് എന്ത് ചെയ്തത്, നമുക്ക് ബൈത്തുൽ മഖദിസ് നമ്മൾക്ക് മുസ്ലിമീങ്ങൾക്ക് കൊണ്ടുതന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾക്കത് എത്തിച്ചു നൽകിയത്. ആ ഉമറിനെ തെറി പറയുന്ന, ആ ഉമറിനെ ചീത്ത വിളിക്കുന്ന, ആ ഉമറിനെ ഏറ്റവും വലിയ കാഫിറുകളിൽ ഒരാളായി കണക്കാക്കുന്ന ഒരു വിഭാഗം അവരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യില്ല, മുസ്ലിമീങ്ങൾ ഒരു കാലത്തും ബൈത്തുൽ മഖദിസ് വിജയിച്ചെടുക്കും, പിടിച്ചെടുക്കുന്ന ഒരാൾ കരുതുന്നുണ്ടെങ്കിൽ അവനേക്കാൾ വലിയ വിഡ്ഢി ആരും ഇല്ല എന്ന് എന്ത് ചെയ്യാറുണ്ട്, പണ്ഡിതന്മാർ പറയാറുണ്ട് അല്ലേ. ഇന്നത്തെ എന്താ പറയാ, ഹമാസ് ആയിക്കോട്ടെ, മറ്റു പല സംഘടനകളായിക്കോട്ടെ, ഇപ്പൊ ഈ അടുത്ത് മരണപ്പെട്ട വലിയ ഷഹീദ് എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്ന ഇസ്മായിൽ ഹനിയ, അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഇന്ന് ലോകത്തെ ആധുനിക അഹ്ലുസുന്നത്തിലെ ഏറ്റവും അധികം വ്യക്തികളെ കൊന്നൊടുക്കിയ വ്യക്തികളിൽ ഏറ്റവും ഒന്നാമത് നിൽക്കുന്ന എന്താ പറയാ, കൊടും ഭീകരൻ എന്ന് പറയാൻ പറ്റുന്ന ഖാസിം സുലൈമാനി എന്ന് പറയുന്ന വ്യക്തിയെ സുന്നി ആയതുകൊണ്ട്, ഷീഈ അല്ലാത്തത് കൊണ്ട് മാത്രം അത്രയും പേരെ കൊന്നൊടുക്കാൻ മുൻപന്തിയിൽ നിന്ന ആ വ്യക്തിയെ ഈ ഇസ്മായിൽ ഹനിയെ വിളിച്ചത് എന്താണെന്നറിയോ? ഷഹീദുൽ ഖുദ്സ് എന്ന, ഖുദ്സിന്റെ ഷഹീദ്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ സംഘടനയിലൂടെ, സംഘത്തിലൂടെ, അതായത് ഹമാസിലൂടെ ബൈത്തുൽ മഖദിസിന് മോചനം കിട്ടുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളെ അവരെന്താ പറയാൻ സാധിക്കുക? ഒരിക്കലും. എന്നുവെച്ചാൽ ഉമറാണ് നമുക്ക് എന്ത് ചെയ്ത് തന്നത്, ബൈത്തുൽ മഖദിസ് അമുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു തന്നത്. ആ ഉമറിനെ ചീത്ത വിളിക്കുന്ന ആളുകളിൽ നിന്ന് വീണ്ടും ബൈത്തുൽ മഖദിസിന് ഒരു വിമോചനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമേ അല്ല.